ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ ഹോബ് അല്ലെങ്കിൽ ചിമ്മിണി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലഗ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാം, എത്ര ഹൈറ്റിലാണ്, എവിടെയാണ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം വരുന്ന മോഡേൺ കിച്ചണാണ് വരുന്നത്. മോഡേൺ കിച്ചൺ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് അവിടെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം അതിൻ്റെ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മൾട്ടിവുഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് മൊത്തം ഈ പറയുന്ന സ്ലാബ് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ലാബിൻ്റെ ഹൈറ്റ് നമ്മൾ ആദ്യം 90 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ഗ്രാനൈറ്റ് ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും ഫിനിഷിംഗ് ലെവലിൽ 90 സെൻറ്റിമീറ്ററാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. അതിൽ നിന്നുമാണ് ഈ പറയുന്ന ലെവലിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ മെയിൻ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കിച്ചണിൻ്റെ ഏരിയയിൽ വെള്ളം അതുപോലെ തന്നെ പൈപ്പിലോ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മാക്സിമം താഴ്ത്തി പൈപ്പ് ലൈൻ്റെ അതായത് വയറിങ്ങിൻ്റെ ലൈൻ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ബാക്കിയെല്ലാം തന്നെ മുകളിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കബോർഡിൻ്റെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. കബോർഡിൻ്റെ ഉള്ളിൽ വരുന്ന ഏരിയയിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. പൈപ്പിൻ്റെ ഏരിയകൾ അതായത് വാട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയകളാണ് മാക്സിമം വയറിങ്ങിൻ്റെ ഏരിയയിൽ നിന്നും അവിടെ നിന്നും പൈപ്പിൻ്റെ ഏരിയയിൽ നിന്നും വയറിങ് മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കിച്ചണിൽ വന്നു. കിച്ചണിൽ വരുന്നത് പവർ പ്ലഗുകളാണ് കൂടുതൽ വരുന്നത്. മെയിൻ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവും, ഒരു പവർ പ്ലഗ് ഉണ്ടാവും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോമിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. സ്ലാബിൻ്റെ മുകളിൽ കിട്ടുന്ന മുകളിൽ വരാവുന്ന രീതിയിലുള്ള പവർ പ്ലഗുകളാണ് വരുന്നത്. അപ്പോൾ സ്ലാബിൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു 90 സെൻറ്റിമീറ്ററാണ് സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിൽ നിന്നും ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് സാധാരണ നോർമൽ ലെവലിൽ നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോബ് കാണാൻ സാധിക്കും. ഹോമിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഏരിയയിൽ കാണാം. ഇത് നമുക്ക് വർക്ക് ഏരിയയിൽ ഉണ്ട്, അവിടെ തൊട്ടടുത്ത വർക്ക് ഏരിയ, അതിലേക്ക് കിടക്കുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡുകൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു. പിന്നെ അതിനുശേഷം ഹോബിൻ്റെ ഏരിയ, ഹോബ് നമ്മൾ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. താഴെ ചിലപ്പോൾ ഹോബ് അതായത് ചിമ്മിണി, ചിലപ്പോൾ ചിമ്മിണിക്ക് ഉപയോഗിക്കുന്ന സ്റ്റൗ ചിലപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഉണ്ടാവും, അതല്ലെങ്കിൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും പോയിൻ്റ് ഓപ്ഷൻ അതിനുള്ള ഓപ്ഷൻ കണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ലിൻഡിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു എവിടെയാണോ ഹോബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ലിൻഡിലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പ്ലഗ് പോയിന്റ് കൊടുക്കുക. ഒരു 2 മോഡ്യൂളിൻ്റെ ഒരു പ്ലഗ് പോയിൻ്റാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ സ്വിച്ച് താഴെ കൺട്രോളിങ്ങിലാണ് വരേണ്ടത്. അത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ പറഞ്ഞ ഹോബ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ സ്കോബിൻ്റെ ഉള്ളിലായിട്ട് ഈ പ്ലഗ് പോയിന്റ് മൂടി പോകുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഹോബ് വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിരിക്കും ഈ പ്ലഗ് പോയിന്റ് കൊടുക്കുന്നതെങ്കിൽ അത്രയും വയർ ഇങ്ങനെ കാണുന്ന രീതിയിൽ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിൻഡിലിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ ഹോബ് വയ്ക്കുന്നു. അതിൻ്റെ സൈഡിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോബിൻ്റെ ആ മുകളിലേക്ക് വരുന്ന എക്സോസ്റ്റിൽ പൈപ്പ് പുറത്തേക്ക് പോകുന്ന ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പിൻ്റെ അവിടെ ഒരു ക്യാപ്പ് ഒരു ക്യാപ്പ് ഉണ്ടാവും. ആ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന നമ്മുടെ പ്ലഗ് പോയിൻ്റ് മൂടി പോകാനുള്ള എളുപ്പമാണ് ഈ പറയുന്ന ലിൻഡിലിനോട് ചേർത്ത് വെക്കുന്നത്. പിന്നെ നേരെ അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു പ്ലഗ് പോയിൻ്റ് കൊടുക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇലക്ട്രിക്കിൻ്റെയാണ് നമ്മൾ സ്റ്റൗ വാങ്ങിക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഹോമിൻ്റെ ഏരിയയിൽ എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് കിച്ചണിൻ്റെ ഏരിയയിൽ എങ്ങനെയാണ് അതിൻ്റെ പോയിന്റുകളൊക്കെ കൊടുക്കേണ്ടതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.